Let us turn our Bibles to book of Isaiah chapter 16 verse 3. യെശയ്യാ പ്രവചന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വേദപുസ്തകത്തെ തുറക്കാം. Take counsel, execute judgment, make thy shadow as a night in the midst of the noonday, hide the outcast, betray not him that wandereth. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക, നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കുക, ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക, അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. In these end days, what are the things we have to do? It is written here. ഈ അന്ത്യനാളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. But I want to make thy shadow as the night in the midst of the noonday. നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കുക എന്നത് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. We have to change our shadow like night in the midst of noonday. നാം നമ്മുടെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കണം. Or we have to cancel our shadow. അല്ലെങ്കിൽ നമ്മുടെ നിഴലിനെ നാം റദ്ദ് ചെയ്യണം. We have to withdraw or revoke or completely wipe away all our shadows from our life. നമ്മുടെ ജീവിതത്തിലുള്ള സകല നിഴലുകളെയും നാം പൂർണ്ണമായിട്ട് നിഷ്കാസനം ചെയ്യണം, നിർമൂലമാക്കണം, മാറ്റണം. That is the counsel of God. അത് ദൈവത്തിന്റെ ആലോചനയാണ്. Literally, it is impossible. അക്ഷരികമായി അത് അസാധ്യമാണ്. Because we are living in this world, we are under time frame. Day, night is there. Eventually, daytime, we can feel our shadow. നാം ഈ ലോകത്തിലായിരിക്കുന്നുണ്ട്. അത് കാലക്രമങ്ങള്, സമയമുണ്ട്, രാത്രി പകലുണ്ട്. പകൽ സ്വാഭാവികമായും ആ നിഴലുണ്ടായിരിക്കും. Shadow doesn't have life. നിഴലിന് ജീവനില്ല. It can do nothing of its own. അതിന് സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. It doesn't have any clarity as well. അതിന് സുവ്യക്തതയുമില്ല. It is not a profitable one. അത് ലാഭകരമായ ഇതുമല്ല. We can't use it for any purpose. ഒരു ഉദ്ദേശം സാധ്യമാകേണ്ടതിന് വേണ്ടി ഉപയോഗിക്കാവതുമല്ല. It doesn't have stability. അതിന് സ്ഥിരതയുമില്ല. It is not lasting one. അത് നിലനിൽക്കുന്നതുമല്ല. With this shadow, no one can do any work. ഈ നിഴലുപയോഗിച്ച് ആർക്കും ഒരു പ്രവൃത്തിയും ചെയ്യുവാനും സാധ്യമല്ല. It cannot be identified. It belongs to whom easily. അത് ആരുടേതെന്ന് നിഷ്പ്രയാസം തിരിച്ചറിയാവതുമല്ല. In such a way, shadow has its own unique characters. അவ்വിധത്തിൽ നിഴലിന് അതിന്റേതായ തനതായ സ്വഭാവവിശേഷതയുണ്ട്. But it follows a person in daytime. എന്നാൽ പകൽ വേളയിൽ ഒരു മനുഷ്യനെ അത് അനുധാവനം ചെയ്യുന്നു. In darkness, shadow is not there. ഇരുട്ടിൽ നിഴലില്ല. Word of God says you have to make your shadow like night. In other words, there is no shadow for you. ദൈവവചനം പറയുന്നു, നിന്റെ നിഴലിനെ നീ രാത്രി പോലെ ആക്കണം, അല്ലായെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിനക്ക് ഒരു നിഴലുമില്ല. Our God, he doesn't have shadow at all. നമ്മുടെ ദൈവത്തിന് നിഴലേ ഇല്ല. In James chapter 1 verse 17 when we read, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, every good gift and every perfect gift is from above. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരുമൊക്കെയും വെളിച്ചത്തിന്റെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. Cometh down from the Father of lights. വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. With whom is no variableness, neither shadow of turning. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. No shadow with our God. നമ്മുടെ ദൈവത്തിന് ഒരു നിഴലുമില്ല. Because he himself is light. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ വെളിച്ചമാണ്. He is totally light. അവൻ മുറ്റുമായി വെളിച്ചമാണ്. He gives light to others. അവൻ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു. Being light in his life, no one can cast shadow. വെളിച്ചമായിരുന്നുകൊണ്ട് അവന്റെ വെളിച്ചത്തിൽ നിഴലുണ്ടാക്കുവാൻ ആരാലും സാധ്യമല്ല. Because he is light, he always giving light, 360-degree light and light forever. അവൻ വെളിച്ചമായിരിക്കുന്നുകൊണ്ട് എപ്പോഴും 360 ഡിഗ്രിയിൽ വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കുന്നു. From the very beginning, even coming eternity, later eternity, he will be giving light only. ആദിയെങ്കിൽ തുടങ്ങി അനാദി നിത്യതയിൽ ഉടനീളം വെളിച്ചമായി തന്നെ അവൻ കാണപ്പെടും. No one can approach such a light he dwells. ആർക്കും അടുത്തൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നു. No one can say, in God there is light, there is darkness. ദൈവത്തിൽ വെളിച്ചമില്ല, ഇരുട്ടാകുന്നുള്ളതെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. Even in our life, we too come to that state that is God expectation. നാമും നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലേക്ക് നിലവാരത്തിൽ വരണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. This shadow reminds three things in our life. ഈ നിഴൽ നമ്മുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളെ കാണിക്കുന്നു. In Job chapter 8 verse 9 when we read, യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, we are but of yesterday, know nothing, because our days upon the earth are shadow. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. Yes, our life in this world, instability or like a shadow. അതേ, നമ്മുടെ ഭൂമിയിലെ ജീവിതം അസ്ഥിരതയുള്ളതാണു, അല്ലെങ്കിൽ നിഴൽ പോലെയാണ്. It is passing away.
very soon. അത് വേഗത്തിൽ കഴിഞ്ഞു പോകുന്നു. It is not profitable. അത് പ്രയോജനപ്രദമല്ല. It is not a lasting one. അത് നിലനിൽക്കുന്നതുമല്ല. It can't do anything of its own. അതിന് അതിന്റേതായി ഒന്നും ചെയ്യുവാനും സാധ്യമല്ല. That's why Job says, because of our days upon the earth are as a shadow. ആയതുകൊണ്ട് യോബ് പറയുന്നു, ഭൂമിയിൽ നമ്മുടെ ജീവകാലം നിഴൽ പോലെയാകുന്നു. In Job 17:7, when we read, യോബിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, mine eyes also dim by reason of sorrow, and all my members are as a shadow. ദുഃഖം ഹേതുവായി എന്റെ കണ്ണും മങ്ങിയിരിക്കുന്നു, എന്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ. Not my days, even my members like a shadow. എന്റെ നാളുകൾ മാത്രമല്ല, അവയവങ്ങളും നിഴൽ പോലെയാണ്. When they are youth, they think they can do everything. യൗവനക്കാരായിരിക്കുന്നവർ കരുതുന്നത് എല്ലാം ചെയ്യുവാൻ കഴിയുമെന്നാണ്. When time passes by, കാലങ്ങൾ കഴിയവേ, when sickness, weakness creeps, രോഗവും ബലഹീനതയും കടന്നു പിടിക്കുമ്പോൾ, they start understanding by their own strength they can't do. അവരുടെ സ്വന്തം ശക്തിയാൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും തിരിച്ചറിയുന്നു. Even in Psalms, psalmist says, സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, my days are like a shadow that declineth. എന്റെ നാളുകൾ നിഴൽ പോലെ കഴിഞ്ഞു പോകുന്നു, കുറഞ്ഞു വരുന്നു. I am withered like a grass. ഞാൻ പുല്ലുപോലെയാകുന്നു. Yes, my shadow, it is going very length as my days passes by. എന്റെ നാളുകൾ ദീർഘമായി പോകുന്ന പോലെ നിഴൽ നീണ്ടുപോകുന്നു. Many other places also we can read it. മറ്റു പലയിടങ്ങളിലും അത് വായിക്കുവാൻ കഴിയും. It speaks about unstable. അത് അസ്ഥിരതയെ കാണിക്കുന്നു. Or instability always our life have. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസ്ഥിരത ഉള്ളതായി അത് കാണിക്കുന്നു. And to represent that shadow, the term is used. അത് സൂചിപ്പിക്കേണ്ടതിന് ആ നിഴൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. So people live in this world, they passes away as if shadow has gone. നിഴൽ മാറിപ്പോകുന്നത് പോലെ ജനങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ടോ കടന്നു പോകുന്നു. They come and they go away. അവർ വന്ന് പോയി പോകുന്നു. For short period they live and they shine. Immediately they vanishes off. ചുരുങ്ങിയ കാലം ജീവിച്ച് അവർ പ്രശോഭിതരായി പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. In another places, മറ്റൊരിടത്തോ, as a ritual or whatever we are doing in this world, it signifies as shadow. ഈ ലോകത്തിൽ നാം ആചാരമായി എന്തെല്ലാം ചെയ്യുന്നു അത് നിഴലിനെ സമാനമായി കാണിക്കുന്നു. Especially Old Testament time, they did many things. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പല കാര്യങ്ങളും ചെയ്തു. As a ritual, they did it in tabernacle. സമാഗമന കൂടാരത്തിൽ ഒരു കർമ്മം ആചാരമായി ചെയ്തു. But word of God call it as a shadow. എന്നാൽ ദൈവവചനം അതിനെ നിഴൽ എന്ന് വിളിക്കുന്നു. In Hebrews chapter 8 verse 5 when we read, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, who serve unto the example and the shadow of heavenly things, as Moses was admonished of God when he was about to make the tabernacle. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച് മാതൃപ്രകാരം സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന് നിഴലും ദൃഷ്ടാന്തവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. Whatever shown to Moses, it was just a shadow of heavenly things. മോശയ്ക്ക് എന്ത് കാണിച്ചു കൊടുത്തുവോ സ്വർഗീയമായതിന്റെ നിഴലായിരുന്നു. That was not a reality. അത് യാഥാർത്ഥ്യമല്ലായിരുന്നു. But they had many observations. പക്ഷെ അവർക്ക് പല ആചാരങ്ങൾ ഉണ്ടായിരുന്നു. They did many things. അവർ പല കാര്യങ്ങൾ ചെയ്തു. So many articles were there. അനേക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. Day after day they had to do ministry there. അനുദിനവും അവർ ശുശ്രൂഷ അവിടെ ചെയ്യണമായിരുന്നു. But in return, it was not reality. It just to show the shadow of heavenly things. എന്നാൽ അതിന് പകരമായി നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമല്ലായിരുന്നു, സ്വർഗീയമായതിന്റെ നിഴലായിരുന്നു. Even Hebrews chapter 10 verse 1 when we read, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, for the law having shadow of good things to come and not the very image of the things, can never of those sacrifice which they offered year by year continually make the comers unto perfect. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. So all the sacrifices also just shadow. യാഗങ്ങളൊക്കെയും അത് നിഴലായിരുന്നു. It was not a reality. അത് യാഥാർത്ഥ്യമല്ലായിരുന്നു. Christ was the reality. ക്രിസ്തു യാഥാർത്ഥ്യമാണ്. But all sacrifices as a shadow, it showed to them someone is going to come in this world as a savior. He will be the real sacrifice. By that sins will be taken away from this world. യാഗങ്ങളൊക്കെയും അവർക്ക് നിഴലായി കൊടുത്തു. യഥാർത്ഥമായ ഒരു രക്ഷിതാവ് കടന്നുവരും, അവൻ യാഗമാകും, ജനത്തിന്റെ പാവങ്ങളൊക്കെയും മോചിപ്പിക്കും എന്നുള്ളതിന് നിഴലായി ഇത് കൊടുത്തു. But sorry to say, they clinged on that shadow. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, അവർ ആ നിഴലായതിൽ പിടിച്ചു. They hugged that shadow. ആ നിഴലായതിനെ അവർ ആശ്രയിച്ചു. They loved that shadow. ആ നിഴലായതിനെ അവർ സ്നേഹിച്ചു. They surrendered themselves to that shadow. ആ നിഴലിന് അവർ സമർപ്പിച്ചു. They totally devoted to that shadow. അവർ മുറ്റുമായി ആ നിഴലായതിനെ അവർ ആരാധിച്ചു. Even they were ready to kill Jesus. യേശുവിനെ അവർ കൊല്ലുവാനും ധൈര്യം കാണിച്ചു. എന്തുകൊണ്ട്? They loved shadow more than reality. യഥാർത്ഥമായതിലുപരിയായി നിഴലിനെ അവർ സ്നേഹിച്ചു. Thirdly, മൂന്നാമതായി, shadow speaks of
in this world everything is vanity. നിഴൽ കാണിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാം മായ എന്നാണ്. Or human being is susceptible to death and destruction. അല്ലെങ്കിൽ മനുഷ്യൻ മരണത്തിനും നാശത്തിനും വിധേയനാകേണ്ടുന്നവനാണ്. Word of God, in many places it is written shadow of death. ദൈവവചനത്തിൽ പല ഭാഗത്ത് മരണം നിഴൽ എന്ന് പറഞ്ഞിരിക്കുന്നു. Shadow of the regions of death. മരണം നിഴലിലുള്ളവർ. Because whatever we do, it takes eventually to end or death. എന്തുകൊണ്ടെന്നാൽ നാം എന്തു ചെയ്താലും അന്തിമമായത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. No one can stop death. ആർക്കും മരണത്തെ തടയുവാൻ സാധ്യമല്ല. Even whatever they work, the wages of sin is death. എന്തു തന്നെ പ്രവർത്തിച്ചാലും അതിന്റെ ഫലമെന്ന് പറയുന്നത് മരണമാകുന്നു. To show that only every day are passing as it is a shadow before us. അത് കാണിക്കുന്നതിന് വേണ്ടിയാകുന്ന ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് നമുക്ക് നിഴൽ പോലെ ആയിരിക്കുന്നു. But in our life, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ we must give up that shadow. നാം ആ നിഴലിനെ വിട്ടുകളയണം. We have to come to the true thing. നാം യഥാർത്ഥമായതിലേക്ക് വരയണം. Or we must take hold of the genuine thing, lasting thing. അല്ലെങ്കിൽ നിലനിൽക്കുന്ന സത്യമായി ഇതിനെ നാം പിടിച്ചുകൊള്ളണം. There was a thief. ഒരിക്കലും ഒരു കള്ളനുണ്ടായിരുന്നു. He has stolen a big amount. ഒരു വലിയ തുക അവൻ മോഷ്ടിച്ചു. He came under a threat. Very soon police will catch him. എത്രയും വേഗം പോലീസ് തന്നെ പിടിക്കുമെന്നൊരു ഭീഷണിയിലായി. And so to escape, he went to a temple. അതിനാൽ രക്ഷപ്പെടേണ്ടതിന് ഒരു അമ്പലത്തിലേക്ക് അവൻ പോയി. He sat in the temple. ആ അമ്പലത്തിൽ കടന്നു. But in his heart and mind full of fear. തന്റെ ഹൃദയത്തിലും മനസ്സിലും ഭയം നിറഞ്ഞിരുന്നു. And he could not devote and he could not do anything. അവിടെ അവന് വണങ്ങുവാനോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. But some song is going on there. എന്നാൽ അവിടെ ഒരു സംഗീതം നടക്കുന്നു. But one sentence that fixed in his mind. എന്നാൽ അതിലൊരു വാചകം തന്റെ മനസ്സിൽ പതിച്ചു. God and goddesses never cast their shadow. ദേവനും ദേവതയ്ക്കും ഒരിക്കലും നിഴലില്ല. It was repeated again and again as a chorus that was fixed in his mind. അതൊരു ചരണമായി ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. അതിന്റെ മനസ്സിലേക്ക് പതിഞ്ഞു. Police were waiting outside. പോലീസ് പുറത്ത് കാത്തു നിൽക്കുന്നു. He came out. അവൻ പുറത്തു വന്നു. Immediately they arrested. പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്തു. They beaten. അവനെ അവർ അടിച്ചു. They did cross examination. അവനെ ക്രോസ് വിസ്താരം ചെയ്തു. They could not find out that fact. ആ വസ്തുത കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. Finally he was put into the jail. ഒടുവിൽ അവനെ തടവറയിലാക്കി. But it was not clear whether he has taken or somebody else. അവൻ എടുത്തുവോ മറ്റാരെങ്കിലും എടുത്തുവോ എന്ന് വ്യക്തമല്ലായിരുന്നു. Because he was not telling the fact. എന്തുകൊണ്ടാണ് അവൻ സത്യം പറയുന്നില്ല. Finally they told he went to the temple. That's why he would fear to tell the truth. We will make an idea. They made a plot. അവൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയല്ലോ, അതുകൊണ്ട് അവൻ പുറത്തു വരുമ്പോൾ സത്യം പറയിക്കേണ്ടതിന് നാം ഒരു പദ്ധതി ഇട്ടെന്നവൻ ചിന്തിക്കുമെന്ന് അവർ കരുതി. They made a plot. അവർ അങ്ങനെ ഒരു പദ്ധതി ഇട്ടു. In the jail, ആ തടവറയിൽ as if a goddesses appeared before him, they sent someone with all decorations. ഒരു ദേവത പ്രത്യക്ഷമാകുന്നത് പോലെ സകല അലങ്കാരങ്ങളും വരുത്തി ഒരു വ്യക്തിയെ അയച്ചു. In the same image and likeness they made, and that goddesses entered there. അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അപ്രകാരം ഉണ്ടാക്കി ആ ദേവതയെ പോലെ ആ വ്യക്തിയെ അവിടെ അയച്ചു. By hearing that noise, he got up. ആ ശബ്ദം കേട്ടവൻ എഴുന്നേറ്റു. He bowed down. താൻ വണങ്ങി. He reverenced her. ബഹുമാനിച്ചു. And the goddesses began to talk. ദേവത സംസാരിക്കുവാൻ തുടങ്ങി. See, I want to rescue you. എനിക്ക് നിന്നെ രക്ഷിക്കണം. You are my devotee. നീ എന്റെ ആരാധകനാണ്. So I have come down. ആയതിനാൽ ഞാൻ ഇറങ്ങി വന്നു. I want to rescue from this place. ഈ സ്ഥലത്തുനിന്ന് നിന്നെ എനിക്ക് രക്ഷിക്കണം. And tell me the fact. സത്യം പറഞ്ഞാട്ടെ. If you tell the fact as it is, I will accept you. I will deliver you. നീ സത്യം ഉള്ളതുപോലെ പറഞ്ഞാൽ ഞാൻ നിന്നെ അംഗീകരിക്കാം, നിന്നെ വിടുവിക്കാം. But in his mind, that word came to his remembrance. എന്നാൽ അവന്റെ മനസ്സിൽ ആ വാചകം ഓർമ്മയിൽ വന്നു. God and goddesses never cast their shadow. ദേവനും ദേവതയ്ക്കും അവർക്ക് നിഴലില്ല. As he looked into the goddesses, ആ ദേവതയെ അവൻ നോക്കിയ ഉടനെ there was a shadow. ഒരു നിഴൽ കണ്ടു. Behind her, there was a shadow. അവളുടെ പിന്നിൽ ഒരു നിഴലുണ്ട്. He understood it is a plot to bring out all the truth. അവന് മനസ്സിലായി ഇത് അവനിൽ നിന്ന് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള കപടമായ ഒരു കാര്യമാണെന്ന്. He also started pretending. താനും അതിനെ പ്രതികരിക്കുവാൻ തുടങ്ങി. You are my true goddesses. നീ എന്റെ യഥാർത്ഥ ദേവതയാണ്. Oh, all these years I was worshipping you. ഈ വർഷങ്ങളൊക്കെയും നിന്നെ ഞാൻ You ആരാധിച്ചിരുന്നു. know my heart. എന്റെ ഹൃദയം നിനക്കറിയാം. You know my mind. എന്റെ മനസ്സ് You നിനക്കറിയാം. know my past history. എന്റെ ഭൂതകാല ചരിത്രം I നിനക്കറിയാം. never committed this mistake. ഞാൻ ഒരിക്കലും ഈ തെറ്റ് See, ചെയ്തിട്ടില്ല. I am beaten. നോക്കുക, ഞാൻ അടിക്കപ്പെട്ടു. Oh, I am in jail. ഞാനിപ്പോൾ തടവറയിലാണ്. I am telling the truth. Please rescue me. ഞാൻ സത്യം പറയുന്നു, എന്നെ രക്ഷിക്കുക. They believed his report. അവൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. Why I say this? എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നാൽ In that one term, that God and goddesses never cast their shadow. അതിൽ ഒരു പദം ആ ദേവനും ദേവതയ്ക്കും ഒരിക്കലും നിഴലില്ല. We are called to live as a spirit being in this world. നാം ഈ ലോകത്തിൽ ആത്മീയരായി ആത്മാവിൽ ജീവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടു. In the book of Daniel, when we read ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ about him, it was told, തന്നെ കുറിച്ച് പ്രകാരം പറഞ്ഞു, there was none other than can show it before the king except the gods
whose dwelling is not with the flesh. ജഡവാസമില്ലാത്ത ദേവന്മാരല്ലാത്തവർക്ക് രാജാവ് ചോദിച്ച കാര്യം അറിയിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. Yes, our calling is something different. അതേ, നമ്മുടെ വിളി തികച്ചും വ്യത്യസ്തമാണ്. Even though we live in this world, we are living in heavenly places. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ തന്നെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ജീവിക്കുന്നു. He has raised us up and made us to sit together with him in heavenly places. അവൻ നമ്മെ അവനോട് ഉയർപ്പിച്ച സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. Our life is different. നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. Our calling is different. നമ്മുടെ വിളി വ്യത്യസ്തമാണ്. Our life supposed to live in this world is totally different from others. ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടുന്ന ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. In these days, even noontime or daytime, before the coming of the Lord, our shadow must go away as if we are in this nighttime. How there will be no shadow at all. In such a way, we have to live. ഈ നാളുകളിൽ നാം നമ്മുടെ ജീവിതത്തിൽ രാത്രിയിൽ എന്നപോലെ പകൽ സമയത്തും നിഴൽ മാറ്റിക്കൊണ്ട് നിഴലേ ഇല്ലാത്ത നിലവരത്തിൽ ജീവിക്കണം. How we can live it? എങ്ങനെ നമുക്ക് ജീവിക്കാം? In morning time, രാവിലെ സമയം there will be big shadow. വലിയ നിഴലുണ്ടാകും. And because we are facing the sun, എന്തുകൊണ്ടാൽ സൂര്യന് നാം അഭിമുഖമായി നിൽക്കുന്നുണ്ട്. behind our back there will be big shadow. പിറകിൽ വലിയ നിഴലുണ്ടാകും. Evening time, വൈകുന്നേരത്ത് from behind when it shines, there will be big shadow. പിറകിൽ നാം വെളിച്ചം അടിക്കുമ്പോൾ മുൻപിൽ നിഴലുണ്ടാകുന്നു. And both the time there will be big shadow. രണ്ട് സമയങ്ങളിലും വലിയ നിഴലുണ്ടാകും. But when it is noon time, എന്നാൽ മധ്യാഹ്നമാകുമ്പോൾ, especially when sun is on 90 degree above our head, പ്രത്യേകിച്ച് സൂര്യൻ 90 ഡിഗ്രി നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ, that time shadow we can't see. ആ സമയത്ത് നിഴൽ കാണാവതല്ല. And that is one way. അത് ഒരു വഴി. A sun of righteousness when arise, നീതി സൂര്യൻ ഉദിച്ചുയരുമ്പോൾ, when he shines with all brightness, സകല ശോഭയോടവൻ പ്രകാശിക്കുമ്പോൾ, that's why it is written, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, the path of the just is like a shining more and more unto a perfect day. നീതിമാന്റെ പാതയോ അത് നട്ടുച്ച പോലെ അധികമധികം ശോഭിച്ചു വരുന്നു. It won't be like morning only. അത് രാവിലെ പോലെ ആയിരിക്കില്ല. And in beginning there will be shadow. ആരംഭത്തിൽ നിഴലുണ്ടാകും. But when days passes by, എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, upon him the sun again and again shines. It becomes like a noonday light. അവന്റെ മേൽ ആ സൂര്യൻ വീണ്ടും വീണ്ടും ഉദിച്ചുദിച്ച് നട്ടുച്ച പോലെയാകുന്നു. So when he comes to that place, God is above me, very closer to me, 100% he is watching me. So that light will be around him. There won't be much shadow. ദൈവം എന്റെ മുകളിലുണ്ട്, ദൈവം എന്നെ പ്രകാശിക്കുന്നു എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവൻ എത്തുമ്പോൾ പിന്നെ അവനിൽ ഒട്ടുമേ നിഴൽ കാണുകയില്ല. As the children of light when we walk, വെളിച്ചത്തിന്റെ മക്കളായി നാം നടക്കുമ്പോൾ, and that's why word of God says, walk as a children of light. ഇതുകൊണ്ടാവുന്നു ദൈവവചനം പറയുന്നത്, വെളിച്ചത്തിന്റെ മക്കളായി നടപ്പീൻ. In noon time, front, back, left, right, everywhere that same light. മധ്യാഹ്നത്തിൽ മുൻപിലും പിറകിലും ഇടത്തും വലത്തും എല്ലായിടങ്ങളിലും അതേ വെളിച്ചം. And there is no shadow. അവിടെ നിഴലേ ഇല്ല. And that type of experience we must have. My God is closer to me. ആ വിധത്തിലുള്ള അനുഭവം നമുക്കുണ്ടായിരിക്കണം. എന്റെ ദൈവം എന്നോട് അടുത്തിരിക്കുന്നു. Our path must be shine more and more unto perfect day. നമ്മുടെ പാത അധികമധികമായി നട്ടുച്ച പോലെ മധ്യാഹ്നം പോലെ പ്രകാശിച്ചു വരികണം. Second thing, രണ്ടാമത്തെ കാര്യം, in noonday, മധ്യാഹ്നത്തിൽ if we live under a shadow, there won't be any shadow. നാം ഒരു നിഴലിൻ കീഴിൽ വസിക്കുന്നുവെങ്കിൽ നിഴലുണ്ടാകില്ല. If we under a shadow, that shadow again it will not cast a shadow. നാം ഒരു നിഴലിൻ കീഴിലായിരിക്കുന്നെങ്കിൽ ആ നിഴൽ വീണ്ടും ഒരു നിഴൽ ഉണ്ടാക്കിയില്ല. That is a second experience we must have. അത് നമുക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ അനുഭവം. That's why word of God says how to dwell under his shadow. ഇതുകൊണ്ടാവുന്നു ദൈവവചനം പറയുന്നത് എപ്രകാരം അവന്റെ നിഴലിൽ വസിക്കാമെന്ന്. We read many type of shadows in the word of God. ദൈവവചനത്തിൽ പലവിധ നിഴലുകളെ സംബന്ധിച്ച് വായിക്കുന്നു. And even human being also can be a shadow. മനുഷ്യനും ഒരു നിഴലായിരിക്കാം. Or Egypt can be a shadow. അല്ലെങ്കിൽ മിസ്രയീം ഒരു നിഴലായിരിക്കാം. Or shadow of death. അല്ലെങ്കിൽ മരണത്തിന്റെ നിഴൽ, shadow of bramble. മുള്ളിന്റെ നിഴൽ. Like that, so many shadows word of God says. അങ്ങനെ ദൈവവചനം പല നിഴലുകളെ കുറിച്ച് പറയുന്നു. And to dwell under that shadow, God has not called us. ആ നിഴലിൽ വസിക്കേണ്ടതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. In Psalms 91:1 when we read, 91 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ, he that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. When we live under the shadow of Almighty, there won't be another shadow. സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ നാം പാർക്കുന്നുവെങ്കിൽ മറ്റൊരു നിഴൽ ഉണ്ടാകില്ല. If we go against this shadow, there will be shadow. ഈ നിഴലിന് വിരുദ്ധമായി പോയാൽ വേറെ നിഴൽ ഉണ്ടാകും. Even in Isaiah chapter 25:4 when we read, യെശയ്യാ പ്രവചന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, thou hast been a strength to the poor, a strength to the needy in the distress, a refuge from the storm and shadow from the heat,
when the blast of the terrible one is as a storm against the wall. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. Yes, he is a shadow from the heat. അതേ ഉഷ്ണത്തിൽ അവന്റെ തണലാണ്. And he is shadow in a dry and a thirsty land. വരണ്ട വെള്ളമില്ലാത്ത ദേശത്തവൻ നിഴലാകുന്നു. In another place, David prayed like this. മറ്റൊരിടത്ത് ദാവീദ് വിവണ്ണം പ്രാർത്ഥിച്ചു, Keep me as the apple of the eye. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. Hide me under the shadow of thy wings. നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. They experience shadow under their wings. ചിറകിൻ നിഴലിന്റെ ഒരു അനുഭവമുണ്ട്. First of all, we must come under his shadow. ഒന്നാമത് അവന്റെ നിഴലിൽ നാം വരേണം. And that is a shadow of his wings. അത് അവന്റെ ചിറകിൻ നിഴലാണ്. And that's why in Psalms 36 verse 7 when we read, ആയതുകൊണ്ട് 36 സങ്കീർത്തനം 7 വാക്യം വായിക്കുമ്പോൾ, how excellent is thy loving kindness, O God. ദൈവമേ നിന്റെ ദയ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. Therefore children of men put their trust under the shadow of thy wings. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. How excellent is thy loving kindness. ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്. When our hearts fill with gratitude of his loving kindness and gentleness, നമ്മുടെ ഹൃദയം അവന്റെ ദയയെ ഓർത്ത് സൗമ്യതയെ ഓർത്ത് കൃതാർത്ഥമാകുമ്പോൾ, we start experiencing that shadow which is under his wings. അവന്റെ ചിറകിൻ കീഴിലുള്ളതായ നിഴൽ നാം അനുഭവിക്കും. In Psalms 91 when we read, 91 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, he shall cover thee with his feathers, it is written. അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുമെന്ന് എഴുതിയിരിക്കുന്നു. And it is a special experience. അതൊരു പ്രത്യേക അനുഭവമാണ്. What are they? അതെന്തൊക്കെയാകുന്നു? Of feathers and wings. തൂവലും ചിറകും. 91:4 he shall cover thee with his feathers, and under his wings shalt thou trust. In his truth shall be thy shield and thy buckler. 91 സങ്കീർത്തനം 4 വാക്യം, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. The feather speaks about his grace. ആ തൂവലുകൾ അവന്റെ കൃപയെ His കാണിക്കുന്നു. wings shows about his mercy. അവന്റെ ചിറക് കരുണയെ കാണിക്കുന്നു. And under that he wants to cover up. അതിന്റെ കീഴിൽ നമ്മെ മറയ്ക്കുവാൻ അവൻ So ആഗ്രഹിക്കുന്നു. those who experiencing, they would like to experience it more and more. അത് അനുഭവിക്കുന്നവർക്ക് അധികം അനുഭവിപ്പാൻ കഴിയും. They would like to experience, desire it more and more. Therefore, praising God, they will come again and again to his presence. അവർ അധികമായി അത് അനുഭവിപ്പാൻ ഇച്ഛിക്കൊണ്ട് ആഗ്രഹിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവന്റെ ചെറുകൻ കീഴിലേക്ക് വീണ്ടും വീണ്ടും അവർ കടന്നു വരും. Even Ruth in chapter 2 verse 12 when we read, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, it was told unto her, the Lord recompense thy work, full reward be given thee of the Lord of God of Israel, under whose wings thou art come to trust. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറുകൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. Every day we must come under this shadow. ഓരോ ദിവസവും നാം ഈ ചെറുകൻ കീഴിൽ വരേണം. Every day, like David, we have to pray, cover me with the feathers, cover me with thy wings. ദാവീദിനെ പോലെ നാമും ദൈനംദിനം പ്രാർത്ഥിക്കണം, നിന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കണമേ, ചെറുകടിയിൽ മറയ്ക്കണമേ. In the shadow of Almighty, cover me, cover my family. സർവശക്തനെ എന്റെ നിഴലിൻ കീഴിൽ എന്നെയും കുടുംബത്തെയും മറയ്ക്കണമേ. Then enemy can't see that shadow. ആ നിഴൽ ശത്രുവിന് കാണുവാൻ സാധ്യമല്ല. And when you are under the shadow, he cannot trace out if anybody is there. നിങ്ങൾ ആ നിഴലിൻ കീഴിലായിരിക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശത്രുവിനെ കണ്ടെത്തുവാൻ സാധ്യമല്ല. Because he is looking from afar, if he see any shadow, he can find out. Because already you are under the shadow of God, there won't be any further shadow that you can be traced. അവൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ചെറുകൻ കീഴിൽ ആയിരിക്കുന്നതുകൊണ്ട് മറ്റു നിഴലുകൾ അവന് കാണുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് അവന് നിങ്ങളെ കണ്ടെത്തുവാൻ സാധ്യമല്ല. And perfectly you will be kept safe. പൂർണ്ണമായി നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Second, രണ്ടാമതായി shadow of his hands we must come down. അവന്റെ കൈയുടെ നിഴലിൽ നാം വരേണം. And that is another important thing. അത് മറ്റൊരു സുപ്രധാന കാര്യമാണ്. It is a very hard thing as well. അത് കഠിനമായൊരു കാര്യവുമാണ്. We would like to be in his hands, അവന്റെ കരങ്ങളിലായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. but we don't want to be humble ourselves and be in his hands. പക്ഷെ അവന്റെ കരത്തിൻ കീഴിൽ താഴ്ത്തുവാൻ നാം Word ആഗ്രഹിക്കുന്നില്ല. of God says, you are graven in my hands. ദൈവവചനം പറയുന്നു, നിങ്ങൾ എന്റെ കരങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു. We desire he must uphold us. അവൻ നമ്മെ താങ്ങണമെന്ന് വഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. Always his hand must be under us and it must be holding us. എപ്പോഴും അവന്റെ കരം നമ്മുടെ കീഴെ ആയിരുന്നോ നമ്മെ അത് അവൻ വഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And just we must go here and there, jump and dance and travel here and there in his hand, we expect. അവന്റെ കരങ്ങളിൽ നിന്നോട് അവിടെ ഇവിടെയും പ്രയാണം ചെയ്യുക, നൃത്തം ചെയ്യുക, പ്രകാരം പോകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. But another experience is there. എന്നാൽ മറ്റൊരു അനുഭവമുണ്ട്. Shadow of his hands. അവന്റെ കൈയുടെ നിഴൽ. That hand comes upon us. ആ കരം നമ്മുടെ മേൽ വരുന്നു. It comes around us. നമുക്ക് ചുറ്റും അത് വരുന്നു. That is
a special experience. അതൊരു വിശേഷ When we അനുഭവമാണ്. humble ourselves, നാം നമ്മെ താഴ്ത്തുമ്പോൾ not only he graves in his hands, അവന്റെ കരങ്ങളിൽ വരയ്ക്കുക മാത്രമല്ല, in the shadow of his hands he cover. അവന്റെ കൈയുടെ നിഴലിൽ അവൻ നമ്മെ ഒളിപ്പിക്കും. And that is a special experience. അതൊരു വിശേഷമായ അനുഭവമാണ്. At that time enemy can't touch us. ആ സമയത്ത് ശത്രുവിന് നമ്മെ തൊടാവതല്ല. That's why in Isaiah 51:16 it is written, ആയതുകൊണ്ട് യെശയ്യാ പ്രവചന പുസ്തകം 51 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ I have put എഴുതിയിരിക്കുമ്പോൾ, my words in thy mouth and I have covered thee in the shadow of my hand. And I have put my words in thy mouth, and I have covered thee in the shadow of mine hand, that I may plant the heavens and lay the foundations of the earth, and say unto Zion, Thou art my people. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. Isaiah chapter 49:2 when we read, യെശയ്യാ പ്രവചന പുസ്തകം 49 അധ്യായം 2 വാക്യം he വായിക്കുമ്പോൾ, hath made my mouth like a short sword. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. In the shadow of his hands hath he hid me. തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. Not only he is upholding, at the same time he is covering also. അവൻ നമ്മെ താങ്ങുക വഹിക്കുക മാത്രമല്ല, അതേസമയം നമ്മെ മറയ്ക്കുന്നു. Many times he heard, he is upholding us. പലപ്പോഴും അവൻ നമ്മെ വഹിക്കുന്നതായി നാം അറിയുന്നു. By hearing that promise, we are very joyful. ആ വാഗ്ദത്തം കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാകുന്നു. But he hides. പക്ഷേ അവൻ നമ്മെ ഒളിപ്പിക്കുന്നു. Why? എന്തുകൊണ്ട്? In right time to exalt. തക്ക സമയത്ത് ഉയർത്തുവാൻ He will hide അവൻ ഒളിപ്പിക്കും continuously. For നിരന്തരമായി some time. അല്പസമയത്തേക്ക്. We will not be exposed. നാം വെളിപ്പെടുത്തപ്പെടാതിരിക്കേണ്ടതിന് In such a way, he will keep us that our body, soul and spirit to be preserved. അவ்വിധത്തിൽ നമ്മുടെ ദേഹാത്മദേഹികൾ സൂക്ഷിക്കപ്പെടേണ്ടതിന് അവൻ നമ്മെ മറയ്ക്കും. Then in the right time he will exalt. പിന്നീട് തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. Thirdly, മൂന്നാമതായി shadow of an apple tree. നാരകത്തിൻ നിഴൽ. In Songs of Solomon chapter 2 verse 3 when we read, ഉത്തമഗതി പുസ്തകം 2 അധ്യായത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ, As the apple tree among the trees of wood, so is my beloved among the sons. I sat down under his shadow with great delight. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു, അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. Yes, I sat under the shadow of apple tree with great delight. ആ നാരകത്തിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. If anyone sit under this apple tree without eating apple, that person will remain. ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ആപ്പിൾ തിന്നാതെ ആരെങ്കിലും അങ്ങനെ ഇരിക്കുമോ? Go and simply being hungry, anyone spend their time? വെറുതെ അവിടെ പോയി വിശന്ന സമയം ആരെങ്കിലും ചെലവഴിക്കുമോ? As they take rest, they will take apple and eat. അവർ ആ ആപ്പിൾ എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. Yes, we are called to meditate the word of God. ദൈവവചനം ധ്യാനിക്കേണ്ടതിനായി നാം വിളിക്കപ്പെട്ടു. As we meditate the word of God, ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ unfruitful work of darkness will flee away from our life. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ നമ്മെ വിട്ടുപോകും. Work of darkness or work that casts shadow, that will go away. ഇരുട്ടിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ നിഴൽ ഉണ്ടാക്കുന്ന പ്രവൃത്തി നമ്മെ വിട്ടുപോകും. That shadow will not have a position or place in our life. ആ നിഴലിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. And that's why, like Sulamite, we must sit under the shadow of apple tree. ആയതുകൊണ്ടാകുന്നു ശൂലേംകാരത്തിയെ പോലെ നാം നാരകത്തിന് ചുവട്ടിലിരിക്കേണ്ടത്. Not for ritual, but with a great delight we have to read the word of God. ഒരു ആചാരം പോലല്ല, അതിമോദത്തോടെ ദൈവവചനം വായിക്കണം. And many read for ritual. പലരും ഒരു സമ്പ്രദായം പോലെ വായിക്കുന്നു. Children read only because they are compelled by parents. ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നിർബന്ധം മുഖാന്തരം വായിക്കുന്നു. But when they sit under it with great delight, എന്നാൽ അതിമോദത്തോടെ അതിന്റെ നിഴലിൽ ഇരിക്കുമ്പോൾ, and immediately that will bring them under their shadow, there won't be any further shadow in their life. പെട്ടെന്ന് അവരെ ആ നിഴലിൻ കീഴിലാക്കും. പിന്നെ വേറെ ഒരു നിഴലുണ്ടാകും. In Isaiah chapter 32 verse 3 when we read, യെശയ്യാ പ്രവചനം 32:3 വായിക്കുമ്പോൾ, shadow of a great rock it is written. വലിയ പാറയുടെ നിഴലെന്ന് It പറഞ്ഞിരിക്കുന്നു. is Christ himself. അത് ക്രിസ്തു തന്നെയാണ്. And there is no changing. He will be ever the same. Yesterday, today and ever, he will be the same. അവിടെ ഒരു മാറ്റവുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ, you might have feel that you are casting shadow very much. നീ വളരെയധികം നിഴലുണ്ടാക്കുന്നതായിട്ട് നിനക്ക് തോന്നിയേക്കാം. In your life, there are so many unfruitful things or dark areas in your life you may feel. നിന്റെ ജീവിതത്തിൽ അനേക ഇരുണ്ട ഭാഗങ്ങൾ ഉണ്ടെന്ന്, ഫലപ്രദമല്ലാത്ത ഭാഗം ഉണ്ടെന്ന് ചിന്തിച്ചേക്കാം. Lifeless things are in your life. ജീവനില്ലാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ Unfruitful കണ്ടേക്കാം. things, unprofitable things. പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾ, Hopeless ആശയ്ക്ക് വകയില്ലാത്ത കാര്യങ്ങൾ. Character of shadow may be there in your life. നിഴലിന്റേതായ ഒരു സ്വഭാവം നിന്നിൽ കണ്ടേക്കാം. There was a king. His name was Hezekiah. ഒരു രാജാവുണ്ടായിരുന്നു, അവന്റെ പേര് യെഹെസ്കേയാവ്. He was about to die. അവൻ മരിക്കത്തക്ക And to him നിലയിലായി. it was told, അവനോട് പറഞ്ഞു, set your house in order. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. And he began to cry. അവൻ കരയുവാൻ തുടങ്ങി. Why? എന്തുകൊണ്ട്? Did not put his house right till that time. ആ സമയം വരെ അവന്റെ ഗ്രഹകാര്യം He ക്രമത്തിലാക്കിയില്ല. had to do many things. പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നു. And he cried. അവൻ കരഞ്ഞു. God told Hezekiah, ദൈവം യെഹെസ്കേയാവിനോട് പറഞ്ഞു, go and return. നീ പോയി പോക, Speak to him. നീ അവനോട് പോയി സംസാരിക്കുക. And he cried. അവൻ കരഞ്ഞു. I have seen his tears. ഞാൻ അവന്റെ കണ്ണുനീർ കണ്ടു. I have extended 15 years. 15 വർഷം ഞാൻ കൂട്ടിയിരിക്കുന്നു. I will heal him.
ഞാൻ അവനെ സൗഖ്യമാക്കും. He will go to the temple of God. അവൻ ദേവാലയത്തിൽ പോകും. When it was told, അത് പറഞ്ഞപ്പോൾ he could not believe. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. A few minutes before, he told, set your house in order, you are going to die. ചില നിമിഷങ്ങൾ മുൻപ് ദൈവം പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, Now നീ it is മരിക്കും. told, God is extending 15 years. ഇപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നു 15 വർഷം കൂട്ടിയിരിക്കുന്നു. He could not believe. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. Then God asked, അപ്പോൾ ദൈവം ചോദിച്ചു, what sign you want? നിനക്ക് എന്തടയാളം വേണം? He told, അവൻ പറഞ്ഞു, in sun deal, it must go back 10 degree. സൂര്യന്റെ നിഴൽ 10 ഡിഗ്രി പുറകോട്ട് പോകണം. And that sun deal, 10 degree which has gone, it must come back. It must be reversed. ആ നിഴൽ 10 പടി പിന്നോക്കം പോയത് അത് മടങ്ങി വരണം. Or evening, it must become noon. അത് വൈകുന്നേരമാകുന്നുവെങ്കിൽ അത് ഉച്ചസമയമാകണം. Already it become noon. ഇപ്പോൾ അത് Let ഉച്ചസമയമായിരിക്കുന്നു. him prove that what he has told, it is going to come to pass. അവൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കും എന്ന് തെളിയിച്ചു. God told it will happen. ദൈവം പറഞ്ഞത് സംഭവിക്കും. That happened. അത് സംഭവിച്ചു. That degree which has gone down 10 degree, it reversed and become noonday. ആ 10 പടി ഇറങ്ങിപ്പോയിരുന്നത് മടങ്ങി വന്ന മധ്യാഹ്നമായി. Come, let us close our eyes. ഒരു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Dear brother, dear sister, പ്രിയ സഹോദരാ, in your സഹോദരി, life, നിങ്ങളുടെ ജീവിതത്തിൽ you may feel നിങ്ങൾക്ക് തോന്നിയേക്കാം, your life is like evening. നിങ്ങളുടെ ജീവിതം വൈകുന്നേരം പോലെയെന്ന്. Very soon sun is going to set in your life. എത്രയും വേഗം നിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കാൻ Hope is going to പോകുന്നു. go forever, you may feel. ഒരിക്കലായി എന്നേക്കും അത് പോയി പോകുമെന്ന് ചിന്തിച്ചേക്കാം. Hereafter there is no hope. ഇനിമേൽ ആശയ്ക്ക് വകയില്ല. But there is a hope for you. പക്ഷെ നിനക്കൊരു ആശയ്ക്ക് വകയുണ്ട്. God renewed the hope of Hezekiah. He is talking to you. ഹിസ്കിയാവിന്റെ പ്രത്യാശ പുതുപ്പിച്ചവനായി ദൈവം നിന്നോട് The സംസാരിക്കുന്നു. sun deal will be reversed. ആ സൂര്യന്റെ ആ നിഴൽ മടങ്ങി വരും. Evening will become noon in your life. വൈകുന്നേരം നിന്റെ ജീവിതത്തിൽ Believe the മധ്യാഹ്നമാകും. word of God. ദൈവത്തിനും വിശ്വസിപ്പീൻ. God is talking to you. ദൈവം നിന്നോട് സംസാരിക്കുന്നു. Your shadow is going to perish. നിന്റെ നിഴൽ ഇതാ നശിക്കുവാൻ പോകുന്നു. And son of righteous is going to arise in your life. നീതി സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദിക്കും. Come, let us all surrender ourselves. വരുവിൻ നമ്മെ സമർപ്പിക്കാം. And God who restored the health of Hezekiah, He is talking to you. ഹിസ്കിയാവിന്റെ ആരോഗ്യം വീണ്ടും കൊടുത്ത ദൈവം നിന്നോട് സംസാരിക്കുന്നു. Once again, He is extending times and seasons in your life. വീണ്ടും നിന്റെ ജീവിതത്തിൽ കാലങ്ങൾ സമയങ്ങൾ അവൻ ദീർഘിപ്പിക്കുന്നു. Receive that grace. ആ കൃപ പ്രാപിപ്പീൻ. Arise and shine for God. എഴുന്നേറ്റ് ദൈവത്തിനായി Without പ്രകാശിപ്പീൻ. darkness, without shadow, live for His glory. ഇരുട്ടില്ലാതെ നിഴലില്ലാതെ അവന്റെ മഹിമയ്ക്കായി ജീവിപ്പീൻ. May God bless you all. ദൈവം എല്ലാവരെയും Praise the അനുഗ്രഹിക്കുമാറാകട്ടെ. Lord, praise the Lord, praise the Lord, praise the Lord. Please go and meditate this verse. പോയി ദയവായി വചനം ധ്യാനിപ്പിക്കുക. Because of time constraint, I am concluding here. സമയമില്ലായതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. Continuously look into His face, and by His light, without shadow to live, let God enable us all, fatherless all. Praise Him. തുടർച്ചയായി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ വെളിച്ചത്തിൽ നിഴലില്ലാതെ നടക്കുവാൻ നമ്മെ എല്ലാ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord. We are going to live with our God. നമ്മുടെ ദൈവത്തോട് നാം ജീവിക്കുവാൻ In പോകുന്നു. Him there is no shadow at all. അവനിൽ നിഴലേയില്ല. Around Him there is no shadow at all. അവന് ചുറ്റും നിഴലില്ല. And with Him to live in our life to that, there should not be any shadow. അവനോടൊപ്പം ജീവിക്കേണ്ടതിന് നമ്മിൽ നിഴലുണ്ടാകരുത്. Let God shine upon us and prepare us, fatherless all. Praise Him. ദൈവം നമ്മുടെ മേൽ പ്രകാശിച്ചമേ ഒരുക്കട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. To continuously live under His shadow and to live for His glory, let God enable us all, fatherless. Praise Him. തുടർമാനമാവൻ അവന്റെ നിഴലിൻ കീഴിൽ അവന്റെ മഹിമയ്ക്കായി ജീവിക്കേണ്ടതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord. Giving all glory, honor and praise to time God, and time God only shall we all praise Him. സകല മഹത്വവും സകലമാനവും പുകഴ്ചയും ത്രിയേക ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ടോ സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord.